Hi everyone, welcome to ROSHNI's Food and Life. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഹാപ്പിയാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ പൊരിച്ച മാമ്പഴമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പം മാങ്ങയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് മാങ്ങയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴംപൊരിയൊക്കെ കഴിച്ച് ഇങ്ങനെ മടുത്തിരിക്കുവാണെങ്കിൽ അപ്പോൾ ഒരു ചേഞ്ച് ആവുമല്ലോ ഒരു പൊരിച്ച മാമ്പഴം കഴിക്കുമ്പോൾ. അപ്പൊ നമ്മുടെ കട്ടച്ചായ്ക്ക് ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ഈ പൊരിച്ച മാമ്പഴം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്റെ വീഡിയോസ് ഒക്കെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ ഒരുപാട് താമസിപ്പിക്കുന്നില്ല, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പൊരിച്ച മാമ്പഴം ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ പൊരിച്ച മാമ്പഴത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ ഒരു വലിയ മാങ്ങ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നീളത്തിൽ അരിയണമെന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുത്താൽ മതി. അപ്പം പക്ഷെ കാണാനൊരു ഭംഗിയൊക്കെ നമ്മുടെ നീളത്തിൽ അരിയുമ്പോഴല്ലേ നമ്മുടെ പഴംപൊരിയുടെ ഒക്കെ ഒരു അത് നീളത്തിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ പൊരിച്ച മാമ്പഴത്തിന് ഞാൻ നീളത്തിലാണ് അപ്പൊ മാങ്ങ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ പുറത്ത് കോട്ടിങ് കൊടുക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മൈദയാണ് കേട്ടോ. അപ്പൊ ഞാൻ മൈദ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കാനായിട്ട് ജീരകം എടുത്തിട്ടുണ്ട്. അപ്പം എനിക്കിപ്പം ജീരകം ചേർക്കുന്നതാണ് ഇഷ്ടം. അപ്പം നമ്മുടെ പൊരിച്ച കോട്ടിങ്ങിന് ജീരകം ചേർക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം നിങ്ങൾക്ക് ജീരകത്തിന്റെ മണവും ഫ്ലേവറും ഇഷ്ടമല്ല എങ്കിൽ ഏലക്ക പൊടിച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പൊ അത് നല്ലൊരു ഫ്ലേവറാണ്, ഏലക്ക പൊടിച്ച് ചേർത്താൽ മതി. അപ്പൊ അത് ഓപ്ഷനിലാണ്, ജീരകം ചേർക്കാം അല്ലെങ്കിൽ ഏലക്ക വേണമെങ്കിലും ചേർക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ മാവിനൊരു ചെറിയ മധുരം കിട്ടാൻ വേണ്ടി പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് എണ്ണ, നമ്മുടെ ഏതെണ്ണയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വറുത്തെടുക്കാവുന്നതാണ്. പിന്നെ ഒരു അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്, ഒരു ടേസ്റ്റിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പൊ ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പൊരിച്ച മാമ്പഴം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പൊ നമ്മുടെ പൊരിച്ച മാമ്പഴത്തിനുള്ള നമ്മുടെ മാവ്, നമ്മുടെ ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അപ്പൊ ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മൈദക്കകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം മുരിഞ്ഞു പോവേ. അപ്പൊ ഞാനിപ്പം 1.5 കപ്പിന് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. നമ്മുടെ മാമ്പഴത്തിന് പിന്നെ ഓൾറെഡി മധുരം ഉണ്ടല്ലോ, അപ്പം പിന്നെ മാവിന് ജസ്റ്റ് ഒരു മധുരം കിട്ടിയാൽ മാത്രം മതി. അപ്പൊ നമുക്ക് ഇനി ചേർക്കാനുള്ളത് ഉപ്പാണ്. അപ്പൊ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജീരകത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഏലക്ക പൊടിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മാവിന് കുറച്ച് കളർ വരാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ഫുഡ് കളർ ഒന്നും ചേർക്കേണ്ടതെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, കളർ വേണമെന്നുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊരു ബാറ്റർ ആക്കി എടുക്കാം. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതിന്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഒരുപാട് അങ്ങ് വെള്ളമല്ല, ഒരുപാട് അങ്ങ് തിക്കും അല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങയിൽ നമ്മുടെ ഈ ബാറ്റർ കോട്ടിങ് ഇരിക്കത്തില്ല. എണ്ണയിലിടുമ്പോൾ അത് വിട്ടുപോരും, അതല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ഒട്ടും മാങ്ങയായിട്ട് തന്നെ ഇരിക്കും. അപ്പം ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരുപാട് തിക്കും അല്ല, എന്നാൽ ഒരുപാട് അങ്ങ് ലൂസും അല്ലാത്ത ഒരു പരുവം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ നമ്മൾ ഈ ബാറ്ററിൽ മുക്കി നമുക്ക് വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ മാമ്പഴം പൊരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ടോ, നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാമ്പഴം പൊരിക്കാൻ ആവശ്യമായ എണ്ണ ഞാൻ നമ്മുടെ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ മാമ്പഴം ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കിനി നമ്മുടെ മാമ്പഴം ഒന്ന് തിരിച്ചിടാം. അപ്പൊ നമ്മുടെ മാമ്പഴം പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതുപോലെ തന്നെ നമ്മുടെ ബാക്കി മാമ്പഴം നമുക്ക് ഇങ്ങനെ പൊരിച്ചെടുക്കാം. മാമ്പഴം
ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. അപ്പൊ നമ്മൾ പഴംപൊരിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുവാണെങ്കിൽ, എപ്പോഴും പഴംപൊരിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവരെ അപ്പൊ ജസ്റ്റ് മാമ്പഴമുള്ള സമയത്ത് ജസ്റ്റ് നമ്മുടെ മാവിലൊന്ന് മുക്കിയൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുത്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ആരെങ്കിലും വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോസ് മിസ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരെ ബൈ, ടേക്ക് കെയർ.